സഫ്ദർ ഹാഷ്മി നാട്യസംഘം അവതരിപ്പിക്കുന്ന ഏതാനും ചില വിപ്ലവ ഗാനങ്ങളിലേക്ക് കടക്കുകയാണ്. 1989 ജനുവരി 1 ഡൽഹിയിലെ സഹീബാബാദിലെ തെരുവരങ്ങിൽ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ തെരുവ് നാടകങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ ഭരണവർഗത്തിന്റെ ദന്തഗോപുരങ്ങളിലെ തിട്ടൂരങ്ങൾ എന്ന പോലെ സഖാവ് സഫ്ദറിന്റെ ജീവൻ പൊലിയുകയായിരുന്നു. അതിപൈശാചികമായി കൊല്ലപ്പെട്ട സഫ്ദർ ഹാഷ്മിയുടെ ഓർമ്മയിൽ 1999 ജനുവരി 1 ഈ കോട്ടപ്പറമ്പ് മൈതാനിയിൽ തെരുവ് നാടകങ്ങളും സംഗീത ശില്പങ്ങളും വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും പാടിക്കൊണ്ട് സഫ്ദർ ഹാഷ്മി നാട്യസംഘം പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും നിരവധി തെരുവരങ്ങുകളിലൂടെ പോരാട്ടങ്ങളുടെ സന്ദേശവുമായി സഫ്ദർ ഹാഷ്മി നാട്യസംഘം സഞ്ചരിച്ചു. കഴിഞ്ഞ 13 വർഷക്കാലത്തെ പോരാട്ടത്തിനിടയിൽ, പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ജീവനാഡിയായിരുന്ന, ഞങ്ങളുടെ പോരാട്ടങ്ങളെയാകെ കണ്ണുചേർത്തുകൊണ്ടിരുന്ന, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളുടെ എല്ലാമായിരുന്ന സഖാവ് ടി പി ചന്ദ്രശേഖരൻ അതിപൈശാചികമായി കൊലയപ്പെട്ടതിന്റെ സഖാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേദിയിൽ ഞങ്ങൾ വിപ്ലവ ഗാനങ്ങളുമായി വീണ്ടും എത്തുകയാണ്. സഖാവ് ചന്ദ്രശേഖരൻ തുറന്നുവെച്ച പാതയിലൂടെ ചെറു സമരങ്ങളെല്ലാം ചേർന്ന് വലിയൊരു സമരോത്സുക ഇടതുപക്ഷമുണ്ടാകുമെന്നും ഇന്ത്യയിലൊരു യഥാർത്ഥ ഇടതുപെടലുണ്ടാകുമെന്നും ഓരോ കാഴ്ചയിലും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന സഖാവ് ചന്ദ്രശേഖരന്റെ വിപ്ലവ പാതയിലൂടെ, സഖാവ് സഫ്ദറിന്റെ ഓർമ്മകളിലൂടെ, സഖാവ് ചന്ദ്രശേഖരന്റെ ഓർമ്മകളിലൂടെ, ചെഗുവേരയുടെ സ്വപ്നങ്ങളിലൂടെ ഞങ്ങളുണ്ടാവും. കേരളത്തിന്റെ തിരുവരങ്ങുകളിൽ പതറാതെ, ഇടറാതെ, തളരാതെ, ഒന്നിനെയും ഭയക്കാതെ നിർഭയനായി ചന്ദ്രശേഖരനെ പോലെ സഫ്ദർ ഹാഷ്മി നാട്യസംഘം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരംഭിച്ച ഈ കോട്ടപ്പറമ്പിനെ സാക്ഷ്യം നിർത്തി രക്തസാക്ഷിത്വം വരിച്ച മഹാത്മാഗാന്ധി എത്തിച്ചേർന്ന് പ്രസംഗിച്ച കോട്ടപ്പറമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെ ഭയമില്ലെന്നും ഞങ്ങൾ തിരുവുനാടകങ്ങളിലൂടെ ടിപിയെ, സഫ്ദറിനെ ഓർത്തെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ഗാനങ്ങളിലേക്ക് കടക്കുകയാണ്. അഭിവാദ്യങ്ങൾ 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 സഖാക്കളെ, അഗ്നിശലാകകളെ, ഭഗ്നമനസ്സിനുള്ളറയിൽ നിന്നാളി പടരും ജ്വാലകളെ. അഭിവാദ്യങ്ങൾ സഖാക്കളെ, അഗ്നിശലാകകളെ, ഭഗ്നമനസ്സിനുള്ളറയിൽ നിന്നാളി പടരും ജ്വാലകളെ. ചുട്ടുകരിക്കുക നിങ്ങൾ, ചുടുകാടാക്കുക നിങ്ങൾ, ചുട്ടുകരിക്കുക നിങ്ങൾ, ചുടുകാടാക്കുക നിങ്ങൾ. അഭിവാദ്യങ്ങൾ സഖാക്കളെ, അഗ്നിശലാകകളെ, ഭഗ്നമനസ്സിനുള്ളറയിൽ നിന്നാളി പടരും ജ്വാലകളെ. കരിക്കുക നിങ്ങൾ, പട്ടിണി മാത്രം നമുക്കു നൽകിയ നന്ദനോദ്യാനങ്ങൾ. ചുട്ടുകരിക്കുക നിങ്ങൾ, പട്ടിണി മാത്രം നമുക്കു നൽകിയ നന്ദനോദ്യാനങ്ങൾ. ചുടുകാടാക്കുക നിങ്ങൾ, ഉടമകളിവിടെ താലോലിക്കും നന്ദനോദ്യാനങ്ങൾ. ചുടുകാടാക്കുക നിങ്ങൾ, ഉടമകളിവിടെ താലോലിക്കും നന്ദനോദ്യാനങ്ങൾ. അഭിവാദ്യങ്ങൾ സഖാക്കളെ, അഗ്നിശലാകകളെ, ഭഗ്നമനസ്സിനുള്ളറയിൽ നിന്നാളി പടരും ജ്വാലകളെ.
സഖാക്കളെ രക്തവർണ്ണ പൂവുകളെ ശക്തിതൻ തേരാളികളെ വയലേലകളിൽ തൊഴിൽശാലകളിൽ വയലേലകളിൽ തൊഴിൽശാലകളിൽ വിടരും ചോരപ്പൂവുകളെ വയലേലകളിൽ തൊഴിൽശാലകളിൽ വിടരും ചോരപ്പൂവുകളെ ഈ മണ്ണ് ചുവപ്പിക്കാൻ ഇവിടെ കനകം വിളയിക്കാൻ ഈ മണ്ണ് ചുവപ്പിക്കാൻ ഇവിടെ കനകം വിളയിക്കാൻ നിങ്ങളുടെ സിരകളിൽ ഒഴുകും ചുടുനിണമങ്കത്തട്ടുകൾ തീർക്കുമ്പോൾ നിങ്ങളുടെ സിരകളിൽ ഒഴുകും ചുടുനിണമങ്കത്തട്ടുകൾ തീർക്കുമ്പോൾ അഭിവാദ്യങ്ങൾ സഖാക്കളെ അഗ്നിശലാഖകളെ ഭഗ്നമനസ്സിനുള്ളറയിൽ നിന്നാളി പടരും ജ്വാലകളെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി തമ്മിൽ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരങ്ങളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോ അവതാരങ്ങളെവിടെ ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ഞങ്ങളുടെ ശൃംഗാരകരല്ലോ ഞങ്ങളുടെ നായകരല്ലോ ചെങ്കു മനുഷ്യ വിമോചന പേർ മുഴങ്ങുമറിന്നനുവാ
ഞങ്ങളുഷസ്സിൻ ഗായകരല്ലോ ഞങ്ങളുണർവിൻ നായകരല്ലോ എന്നു മനുഷ്യ വിമോചന പേരി മുഴങ്ങുമതിന്നനുവാചകരല്ലോ തിങ്ങി വിളങ്ങും ജീവിത ഭക്തികൾ ഞങ്ങൾ കാണും സ്വപ്നമതല്ലോ എന്നും മാനവികതയുടെ പൂവുകൾ തിങ്ങുമതിന്നല്ലോ കറുത്ത മനുഷ്യ ശരീരം ചങ്ങലമിങ്ങി നിറങ്ങി വരുമ്പോൾ എങ്ങും ചോര പൊഴിഞ്ഞ പുറന്തൊലി ഞങ്ങളൊരൊറ്റ മുഴങ്ങുമതിന്നനുവാചകരല്ലോ ഞങ്ങളുഷസ്സിൻ ഗായകരല്ലോ ഞങ്ങളുടെ ഗാനം ജീവിതമല്ലോ ഓർമ്മയെ മറവി വിഴുങ്ങും കാലം ഓർക്കുകയെന്നോ നിത്യക്കുന്നു ഓർക്കുക നമ്മുടെ കാലത്തെ ഓർക്കുക നമ്മുടെ ലോകത്തെ ഓർക്കുക എന്നെ ഓർക്കുക നിന്നെ ഓർക്കുക നമ്മുടെ നാളകളെ ഞങ്ങളുഷസ്സിൻ ഗായകരല്ലോ ഞങ്ങളുടെ ഗാനം ജീവിതമല്ലോ ഓർമ്മയെ മറവി വിഴുങ്ങും കാലം ഓർക്കുകയെന്നോ നിത്യക്കുന്നു ഓർക്കുക നമ്മുടെ കാലത്തെ ഓർക്കുക നമ്മുടെ ലോകത്തെ ഓർക്കുക എന്നെ ഓർക്കുക നിന്നെ ഓർക്കുക നമ്മുടെ നാളകളെ ഓർക്കുക എന്നെ ഓർക്കുക നിന്നെ ഓർക്കുക നമ്മുടെ നാളകളെ ഓർക്കുക എന്നെ ഓർക്കുക നിന്നെ ഓർക്കുക നമ്മുടെ നാളകളെ. കാട്ടുചോല വെട്ടി മാറ്റി ഗതിരിച്ചവർ കൂട്ടമായി തീരഭൂമിയിലൊത്തുചേർന്നവർ കാടുകൾ തെളിച്ചു നീരെ വിത്തെറിഞ്ഞവർ മാടുകളായി പണിയെടുത്തു ചെളി പുരണ്ടവർ ഉലകിലിന്നു നമ്മളിത്ത പിറകിലെങ്ങനെ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ കാട്ടുചോല വെട്ടി മാറ്റി ഗതിരിച്ചവർ കൂട്ടമായി തീരഭൂമിയിലൊത്തുചേർന്നവർ മാടുകൾ തെളിച്ചു നീരെ വിത്തെറിഞ്ഞവർ മാടുകളായി പണിയെടുത്തു ചെളി പുരണ്ടവർ ഉലകിലിന്നു നമ്മളിത്ത പിറകിലെങ്ങനെ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ കയ്യിലേന്തി മനമറിച്ചവർ കട്ടതല്ലി വിട്ടുപാതി മുത്തുകൊയ്തവർ കാലിരുമ്പ് കയ്യിലേന്തി മനമറിച്ചവർ കട്ടതല്ലി വിട്ടുപാതി മുത്തുകൊയ്തവർ മുത്തുകൂരി ജന്മി തല നിറച്ചവർ മറ്റരായ ജന്മിയെ വളർത്തി വന്നവർ മുത്തുകൂരി ജന്മിയെ വളർച്ചവർ മറ്റരായ ജന്മിയെ വളർത്തി വന്നവർ ഉലകിലിന്നു നമ്മളിത്ര പിറകിലെങ്ങനെ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ ഉലകിലിന്നു നമ്മളിത്ര പിറകിലെങ്ങനെ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ കാട്ടുചോല വെട്ടി മാറ്റി ഗതിരിച്ചവർ കൂട്ടമായി തീരഭൂമിയിലൊത്തുചേർന്നവർ കാടുകൾ തെളിച്ചു നീളെ വിത്തെറിഞ്ഞവർ മാടുകളായി പണിയെടുത്തു ചെളി പുരണ്ടവർ ഉലകിലിന്നു നമ്മളിത്ര പിറകിലെങ്ങനെ ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ ഉണരുക മനുജ
ഉണർന്നോർക്കുക മനുജ. കളിൽ കറുത്ത കല്ലുവാരി വന്നവർ, കരിപുരണ്ട ജീവിതം നയിച്ചു പോന്നവർ. ഗതികളിൽ കറുത്ത കല്ലുവാരി വന്നവർ, കരിപുരണ്ട ജീവിതം നയിച്ചു പോന്നവർ. പടിപടിയായി നാടിനെ ഉയർത്തി വന്നവർ, പടയൊരുക്കി ശക്തിയെ ഒരുക്കി വന്നവർ. പടിപടിയായി നാടിനെ ഉയർത്തി വന്നവർ, പടയൊരുക്കി ശത്രുവിൽ ഒരുക്കി വന്നവർ. ഉലകിലെന്നു നമ്മളിത്ര പിറകിലെങ്ങനെ, ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. ഉലകിലെന്നു നമ്മളിത്ര പിറകിലെങ്ങനെ, ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. കാട്ടുചോല വെട്ടി മാറ്റി ഗതി തിരിച്ചവർ, കൂട്ടമായി തീരഭൂമിയിലൊത്തുചേർന്നവർ. കാടുകൾ തെളിച്ചു നീളെ വിറ്ററിഞ്ഞവർ, കാടുകളായി പണിയെടുത്തു ചെളി തുരണ്ടവർ. ഉലകിലെന്നു നമ്മളിത്ര പിറകിലെങ്ങനെ, ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. ഉണരുക മനുജ ഉണർന്നോർക്കുക മനുജ. ഇപ്പോൾ ചെണ്ടുകൾ പുതിയ പൗരനോട്, ചുണ്ടിലാതുകളിൽ ഇപ്പോൾ ചെണ്ടുകൾ പുതിയ പൗരനോട്. വെല്ലുകൊടീരങ്ങളെ കുടിക്കുറിങ്ങളിൽ സുതാണുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കുടിക്കുറിങ്ങളിൽ സുതാണുകളുടെ ചരിത്രമെഴുതിയ കൊഴുത്തിനിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി താളങ്ങൾ. കൊഴുത്തിനിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി താളങ്ങൾ. നിങ്ങളിന്ന സമരാങ്കണ ഭൂമി നിങ്ങളിന്ന കവചങ്ങളുമായി, നിങ്ങളിന്ന സമരാങ്കണ ഭൂമി നിങ്ങളിന്ന കവചങ്ങളുമായി വന്നു ഞങ്ങൾ പുതിയ ചെഞ്ചോടിയേ. വന്നു ഞങ്ങളുടെ നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെഞ്ചോടിയേ. കുടീരങ്ങളെ കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങളൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സംസ്ഥാനത്തിന്റെ ഞങ്ങളുടെ പ്രിയ ടിപിയുടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്, തുടർന്നുള്ള പോരാട്ട വേദികളിൽ സപ്തഹാഷ്മി നാട്യസംഘത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. സപ്തരാഷ്ട്രീയ നാട്യസംഘം വടകര രക്തദാർഢ്യം പരിപാടി നടത്തിക്കൊണ്ട് സഖാവ് TP ചന്ദ്രശേഖരനെ അനുസ്മരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയ് 4-ാം തീയതി രാത്രി സഖാവ് TP ചന്ദ്രശേഖരനെ പള്ളിക്കാട്ട് വെച്ച് 52 വെട്ടുകൾ വെട്ടി അതിപൈശാചികമായി കൊലപ്പെടുത്തുകയുണ്ടായി. ഒരു ശരിയായ ഇടതുപക്ഷ ബദലിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുകയും അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ചെറുതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളെ ഇടതുപക്ഷത്ത് തന്നെ നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയി കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തി എന്ന ഒരൊറ്റ തെറ്റ് മാത്രം ചെയ്തതുകൊണ്ട് വിയോജിപ്പിനുള്ള അവകാശം എന്ന് പറയുന്നത് പൗരാവകാശവും മൗലികാവകാശവുമാണെന്ന് നമ്മൾ പഠിപ്പിച്ച പ്രസ്ഥാനം തന്നെ അതിന്റെ അധികാരം മത്ത്
തലക്കു പിടിച്ച നേതാക്കന്മാർ ഫാസിസ്റ്റുകളായി മാറിയപ്പോൾ, ആ അധികാരഘടന ആകെ തന്നെ ഫാസിസത്തിന്റെ അധികാരഘടനയായപ്പോൾ സഖാവ് ടി.പി. ചന്ദ്രശേഖരനെ അതിപൈശാചികമായി വെട്ടി കൊലപ്പെടുത്തുന്ന നീചകൃത്യത്തിന് സാക്ഷ്യം വഹിച്ചതാണ് നമ്മളെല്ലാവരും. ഈ ഒരു കൊലപാതകം ഉണ്ടായപ്പോൾ ഇങ്ങനെ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളോട് മറുപക്ഷത്ത് നിന്ന് ചോദിക്കുന്നത്, എന്തേ ഈ അനുസ്മരണങ്ങൾ അവസാനിക്കാത്തതെന്താണ്? ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം പോലും ഇത്രയും കാലം സജീവമായി മാധ്യമങ്ങളിലും നാട്ടിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ എന്ന ചോദ്യത്തിന് ഒരു നീതിമാന്റെ രക്തം, ഒരു ഫാസിസ്റ്റ് സംവിധാനത്തെ അതിന്റെ അന്ത്യം വരെ പിന്തുടരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു നീതിമാന്റെ രക്തം അവർക്ക് മാപ്പ് നൽകില്ല എന്നാണ് ഈ രക്തദാർഢ്യം പരിപാടിയിലൂടെ വടകരയിലെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സപ്തരാഷ്ട്രീയ നാട്യസംഘത്തിന് ഈ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ നാട്ടിലുയരുന്ന ജനരോഷത്തിന്റെ മുന്നിൽ ഏത് ഫാസിസ്റ്റ് സംഘടനകളാണ് ലോക ചരിത്രത്തിൽ നിലനിന്നിട്ടുള്ളത്? ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവ് ഹിറ്റ്ലറുടെ അവസാനം എന്തായിരുന്നു? ജനരോഷത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ ജീവിക്കുന്ന അവകാശത്തിനു വേണ്ടി, മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി, പൗരാവകാശങ്ങൾക്ക് വേണ്ടി, വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഈ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വലതുപക്ഷത്തുള്ളതായാലും ഇടതുപക്ഷത്തുള്ളതായാലും മുന്നിൽ നിന്നില്ലെങ്കിലും ജനങ്ങൾ സമരം ചെയ്യും. അത് അതിജീവനത്തിന്റെ സമരമാണ്. നോക്കൂ, 1-2 ദിവസങ്ങളായിട്ട്, കുറച്ചധികം ദിവസങ്ങളായിട്ട് ടിവിയിലെ ചർച്ച കൂടംകുളം സമരം. ആരാണ് സമരം ചെയ്യുന്നത്? സമരത്തിന്റെ മുൻനിര പോരാളികളായിട്ട് ഇന്ത്യ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ കാണുന്നില്ല. നിരക്ഷരരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അണുനിലയിൽ വേണ്ട, അണുനിലയിൽ മൂട് എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ദരിദ്രരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങി നിന്നുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഉള്ള ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന സമരങ്ങളിലായാലും, കേരളത്തിൽ ഉയർന്നു വരുന്ന പാലിയക്കര ടോൾ വിരുദ്ധ സമരത്തിന്റെ അകത്തായാലും, എക്സ്പ്രസ് ഹൈവേക്ക് ഭൂമി എടുക്കുന്ന സമരത്തിനകത്തായാലും, അതിവേഗ റെയിൽവേ കോറിഡോറിന് വേണ്ടി 100 കിലോമീറ്റർ വീതിയിൽ ഭൂമി അക്വയർ ചെയ്യുന്ന അത്തോളിയിലായാലും കിനാലൂരിലായാലും എവിടെയായാലും സമരത്തിന്റെ മുൻപന്തിയിലുള്ളത് ഈ നാട്ടിലെ അധികാരത്തിന്റെ ഗർവ് കൊണ്ട് കണ്ണ് കാണാത്ത രാഷ്ട്രീയ സംഘടനകളല്ലെന്നും ആ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ജനതയാണ് സമരം നയിക്കുന്നതെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഓർക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വിയോജിക്കുന്ന ആളുകളെ, നീതിമാന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വിയോജിപ്പ് അവസാനിപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നത് വെറും വ്യർത്ഥമാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രക്തദാർഢ്യം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആലോചിച്ചത്, ഈ പരിപാടി കൈകോർത്ത് പിടിക്കേണ്ടത് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി നടക്കുന്ന സമരങ്ങളുമായിട്ടാണ്. ആ സമരങ്ങളുമായിട്ട് കണ്ണി ചേർന്നുകൊണ്ട് വേണം ഈ പരിപാടി. ദേശീയ സമരത്തിന്റെ ഭാഗമായി പോലും പരിപാടികൾ നടന്ന ഈ വടകര കോട്ടപ്പറമ്പിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗുജറാത്തിലെ വംശീയ ഉന്മൂലനം നടന്നപ്പോൾ ഒരു വിഭാഗത്താകമാനം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് RSSന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ പ്രയോഗവൽക്കരിക്കുന്ന പരീക്ഷണശാലയായി ഇന്ത്യ രാജ്യത്തെ ഗാന്ധിജി ജനിച്ച സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരാധമനായിട്ടുള്ള മുഖ്യമന്ത്രി നരേന്ദ്രമോദി മാറ്റിയപ്പോൾ ആ നാട്ടിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായി ഇന്ത്യ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്കും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്കും ഈ കാര്യങ്ങൾ കൊണ്ടുവരികയും വെസ്റ്റ് ബേക്കറി കേസിലും അതുപോലുള്ള സമാനമായ സംഭവങ്ങളെയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഗുജറാത്തിലെ മോഡിയുടെ സഹപ്രവർത്തകയായിട്ടിരുന്നുള്ള മായാ കൊട്ടാനിക്കും അമിത്ഷാക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന MLAക്കുമെല്ലാം കാരാഗ്രഹം വാങ്ങിക്കൊടുത്ത പത്മശ്രീ ടീസ്റ്റ സെത്തിൽവാദാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. റിബലുകൾക്ക് റെഡ് സല്യൂട്ട് എന്ന
ലിജീഷ് കുമാർ എഡിറ്റ് ചെയ്ത പുസ്തകം ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ സഖാവ് കെ രമയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഹാപ്പി വെൽക്കം ടീസ്റ്റ സെറ്റിൽവാദയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സച്ചിൻ രചന നടത്തി അജിത് ശ്രീധർ സംഗീതം നിർവഹിച്ച് SP ബാലസുബ്രഹ്മണ്യം പാടിയ ഇതിഹാസം എന്ന ഒരു CD ഞരളത്ത് ഹരിഗോവിന്ദൻ, സോപാന സംഗീതത്തിന്റെ കേരളത്തിലെ കുലപതിയായിട്ടുള്ള ഞരളത്ത് ഹരിഗോവിന്ദൻ ടി.പി. ചന്ദ്രശേഖരന്റെ മകൻ അഭിനന്ദിന് നൽകിക്കൊണ്ട് ഈ CD-യുടെ പ്രകാശനം നിർവഹിക്കും. ഹരിഗോവിന്ദനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനപക്ഷത്തെ പ്രശസ്തനായിട്ടുള്ള കവി KC ഉമേഷ് ബാബുവാണ്. KC ഉമേഷ് ബാബു അല്പസമയത്തിനകം ഈ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുബ്രഹ്മണ്യൻ പയ്യന്നൂർ, കൂടംകുളം സമരത്തിന്റെ നേതാവാണ് സുബ്രഹ്മണ്യൻ പയ്യന്നൂർ. വിളയാടി വേണുഗോപാൽ പ്ലാച്ചിമട സമരത്തിന്റെ നേതാവാണ്. PV സുധീർ കുമാർ എൻഡോസൾഫാൻ സമരത്തിന്റെ നേതാവാണ്. അഡ്വക്കേറ്റ് GR സുഭാഷ് വിളപ്പിൽശാല സമരത്തിന്റെ നേതാവാണ്. റഹ്മത്തുള്ള കിനാലൂർ സമരത്തിന്റെ നേതാവാണ്. ഈ സമര സമിതികളുടെയൊക്കെ നേതാക്കന്മാരായിട്ടുള്ള ജനകീയ സമര നേതാക്കന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. MN കാരശ്ശേരി, K അജിത, P പവിത്രൻ, CR നീലകണ്ഠൻ, MM സോമശേഖരൻ, ഗഫൂർ കരുവണ്ണൂർ, ശിവദാസ് പുറമേരി എന്നിങ്ങനെയുള്ള എല്ലാ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ പ്രമുഖരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി സമ്പുഷ്ടമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഖാക്കളെയും ബഹുജനങ്ങളെയും നാട്ടുകാരെയും എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സഖാവ് ചന്ദ്രശേഖരന്റെ സഹധർമ്മിണി കെ രമ, ടീസ്റ്റ സെറ്റിൽവാദ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകര്, എഴുത്തുകാരെ, ഈ രക്തദാർഢ്യത്തിൽ വൈകാരികവും എന്നാൽ അതിലേറെ രാഷ്ട്രീയവുമായ ഒരൈക്യദാർഢ്യ സദസ്സാണിത്. ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഗുജറാത്തിലെ വംശഹത്യക്കെതിരായ പോരാട്ടത്തിൽ നിയമപരമായും സാമൂഹ്യമായുമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ധീരമായി, അചഞ്ചലമായി, നിർഭയമായി ഇപ്പോഴും അതിനുവേണ്ടി നിരന്തരമായി ഇടപെടുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന പത്മശ്രീ ടീസ്റ്റ സെറ്റിൽവാദാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്നേഹാദരത്തോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ടീസ്റ്റ സെറ്റിൽവാദിന്റെ പ്രസംഗം മലയാള പരിഭാഷ നടത്തുന്നത് CR നീലകണ്ഠനാണ്. അദ്ദേഹത്തോട് പരിഭാഷ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീസ്റ്റ സെറ്റിൽവാദ് ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ച് ആശങ്കയും പ്രതീക്ഷയും സൂക്ഷിക്കുന്ന മനസ്സുകൾക്ക് ഒരു മുഖപുരിയുടെ ആവശ്യമില്ലാത്ത നാമം. മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം കോമ്രേഡ് ടീസ്റ്റ സെറ്റിൽവാദ് ടു വടകര. Friends and comrades, it's a rather sad and poignant occasion when we are meeting today. Sad and poignant because every time in the midst of people's struggles, we lose people, we lose precious leaders who become symbols of that struggle,
And I would like to begin by expressing my tribute to Mr. T.P. Chandrasekhar and my warmest feelings towards Mr. Yadana and Abhinandan. Comrades, it's no irony, it's no small irony that Safdar Hashmi Natya Samaj, that is organizing this program. Who was Safdar Hashmi? He was similarly battered and killed on 1st of January 1989 outside Delhi, struggling and symbol for unorganized workers. And today we are here in memory and tribute to Mr. T.P. Chandrasekhar, who was similarly made a victim of May 4th, 2012. സുഹൃത്തുക്കളെ, സഖാക്കളെ, ഏറെ ദുഃഖകരമായ എന്നാൽ ആവേശകരമായ ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ശക്തമായ ജനകീയ സമരങ്ങൾ ഉണ്ടാവുന്നു. ജനകീയ സമരമുഖങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ട ആ സമരത്തിന്റെ തന്നെ മുദ്രകളായ നേതാക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ അവസരത്തിൽ സഖാവ് ടി.പിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികളും സ്നേഹോഷ്മളമായ അർപ്പിക്കുന്നു. അതുപോലെ ടി.പിയുടെ സഹധർമ്മിണി രമയ്ക്കും മകന് ഞാൻ എന്റെ അനുശോചനം അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും നമുക്കിന്ന് നാട്ടിലില്ല. കാരണം സഫ്ദർ ഹാഷ്മി നാട്യസംഘം ഇത് അവരുടെ കടമ തന്നെയാണ്. നമുക്കറിയാം ആരാണ് സഫ്ദർ ഹാഷ്മി. 1989 ജനുവരി 1 ദില്ലിക്ക് പുറത്ത് അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവശ്വാസമായി പ്രവർത്തിച്ച സഫ്ദർ ഹാഷ്മി ഇതുപോലെ തന്നെ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മെയ് 4 The 23-24 years that we see between January 1 and 1989 and May 4th, 2012, things have obviously not changed. Things have gotten worse. Political murders, political violence has got more brutal. And today we live in an India where people's issues, human rights issues, environmental issues are not the subject for which political parties have concerns. Yes, we all want democracy. We don't know of a better system than democracy. But surely only electoral democracy, without deepening the concept of what that electoral democracy is, without injecting constitutional democracy into electoral democracy, it becomes a sheer game of numbers. And in the field that I work, friends, which is communalism, against the barbarities of communalism and communist politics, one thing I can tell you that in our struggle of the last 22 years, there's a cross-party consensus of not prosecuting the guilty, cross-party consensus of not punishing the perpetrators, and a cross-party consensus on allowing the state of impunity to carry on so that resentment builds and there's a constant discontent in society. രാഷ്ട്രീയത്തിലെ ഹിംസ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇന്നും കൂടിക്കൊണ്ടിരിക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇതിലൊന്നും തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായമില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നാം കാണാത്ത ഒരു സമവായം ഉണ്ടായിരിക്കുന്നു. എല്ലാ കക്ഷികളും തമ്മിലുള്ള ഈ സമവായം ജനാധിപത്യത്തെ വില കുറഞ്ഞതാക്കിയിരിക്കുന്നു. നമുക്ക് ഭരണഘടനാപരമായ ജനാധിപത്യമുണ്ട്. ഇന്നത് എണ്ണത്തിന്റെ ഒരു കളി മാത്രമായിരിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കഴിഞ്ഞ 22 വർഷമായി നാം ഇത് കാണുന്നു. എല്ലാ കക്ഷികളും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു. വർഗീയതയുമായി പലയിടത്തും സന്ധി ചെയ്യുന്നു. യഥാർത്ഥ കുറ്റക്കാരെ ശിക്ഷിക്കുന്നില്ല. ക്രിമിനലുകൾ പോലും സുഖമായി നമ്മുടെ നാട്ടിൽ വിലസുന്നു. Across the board, be it NDA before, UPA now, pushing politics of the economic right. And this politics of the economic right thrives
in a social and political situation where the social right and the social religious right is on the upswing. Because genuine liberal democratic values don't suit the politics of the economic right. They don't suit the politics of aggressive capital. Big corporates would prefer to openly say and openly tout for a man like Narendra Modi as Prime Minister. It has never happened in the history of this country before that corporates will tell us who our Prime Minister will be. It's a matter of shame. It's a matter of shame, and I still believe that the people of our country have the sense to lead us up a wiser path. Because if any time, and if at all this country is dismayed, സാമൂഹ്യ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടവും നടക്കുന്നില്ല. നമുക്കറിയാം മൂലധനത്തിന് of the perpetrators of mass crimes as in Gujarat or anywhere else, the subject matter of political manifestos. Because these issues have been left to you and us to fight with political structures and political organizations keeping a distance from any real issue of the people. ഓക്കെ, ഈ അവസ്ഥയിൽ നാം അല്പം ആഗ്രഹത്തോടുകൂടി നോക്കുന്ന ഇടത്തോട്ടാണ്. നാം നോക്കുന്നത് വികസനത്തിന്, ജീവിതത്തിന്, മതേതര സമൂഹത്തിന് ഒരു ബദൽ സൃഷ്ടിക്കും ഇടതുപക്ഷം യാഥാർത്ഥ്യബോധത്തോടെ ജനങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കോമ്രേഡ് VS അച്യുതാനന്ദൻ ഒഴിച്ച് മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ജനകീയ പരാജയമാണ് എന്ന് നാം കാണുന്നു. ഇന്ന് ഇവിടെ ഒരു ജനകീയ വിഷയത്തിലും ഒരു രാഷ്ട്രീയ കക്ഷികൾ ഇടപെടുന്നില്ല, പ്രത്യേകിച്ചും ഇടതുപക്ഷം. സാമൂഹ്യ വിഷയങ്ങളിൽ അവരില്ല. നമ്മൾ നോക്കുക, എൻഡോസൾഫാൻ വിഷയത്തിൽ നാം അവരല്ല അതിൽ ഇടപെടുന്നത്. കൂടംകുളം വിഷയത്തിൽ ഒട്ടുമിക്ക കക്ഷികളും ഒഴിഞ്ഞു നിൽക്കുന്നു. കൂട്ടക്കൊലയ്ക്കെതിരായ പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഈ കക്ഷികൾ വിട്ടുനിൽക്കുന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും ഈ സമരം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ ഘടനയും രാഷ്ട്രീയ കക്ഷികളും ദയനീയമായി പരാജയപ്പെടുന്നു. Comrades and friends, 1986 to 89 was a very critical period in India. It was a period where we saw a shift in national policy away from the more inclusive welfare development model to a more aggressive market model, finally being accepted formally in 1991. And this was around the same time that aggressive forces of the Hindu right began in the name of their assault on the Babri Masjid. Babri Masjid was simply an excuse. But what they succeeded in doing is actually polarizing and tainting our minds and making respectable a deep anti-Muslim hatred. What is the connection between these two? It is a connection which we are looking for and we have not done enough work on. I'd like to appeal to all of us together to work on this connection because the two things are not unconnected. In Orissa, those parts of Orissa where you had strong people's movements, tribal movements against corporatization, against land grab, against mining, against water, you did not have RSS shakhas grow. But conversely, in those districts in Orissa where the RSS shakha and the RSS school had existed for 20 years, people's movements could not grow. 1986 മുതൽ 89 വരെയുള്ള 3 വർഷം ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ നിർണായകമായിരുന്നു. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വമുണ്ടായി, വലിയ മാറ്റമുണ്ടായി. അന്നാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് നാം കമ്പോള ഹിംസാത്മക നയങ്ങളിലേക്ക് മാറിയത്. ഇതേ കാലത്ത് തന്നെയാണെന്ന് ഓർക്കുക, ഇന്ത്യയിൽ ഹിന്ദു വർഗീയവാദം അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ വളർന്നു വന്നതും. ബാബറി മസ്ജിദ് ഒരു രൂപകം മാത്രമായിരുന്നു, അവർക്കൊരു മറ മാത്രമായിരുന്നു. മറിച്ച് അതുപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മുസ്ലിം വിരുദ്ധത പടർത്തുക, അങ്ങനെ ജനങ്ങളെ തമ്മിൽ വേർപിടിക്കുക, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നാം പലപ്പോഴും കാണാറില്ല. നിങ്ങളത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറീസയിൽ ഒരു ഉദാഹരണം എടുക്കാം. ഒറീസയിൽ ജനങ്ങൾ ശക്തമായ സമരം നടത്തുന്നു. ജനങ്ങൾ, ആദിവാസികൾ ഭൂമി ചൂഷണത്തിനെതിരായി, ഖനികൾക്കെതിരായി
അവിടെയൊന്നും RSSകാരില്ല. എന്നാൽ എവിടെ ഒറീസയിൽ RSS ശക്തമാണോ അവിടെ കഴിഞ്ഞ 20 വർഷമായി ഒരു ജനകീയ സമരങ്ങളും വരാറില്ല. കോർപ്പറേറ്റുകൾ അവരുടെ വാഴ്ച തുടരുകയാണ്. It is this ideological connection between the economic right and the economic right agenda and the socio-political religious agenda that we have collectively failed to ideologically explore. And I think this is why we continue to remain in fractured, vibrant movements rather than being able to forge a common alternate politics. And this is the challenge of the hour. We have often found, I'll go back to Western India, Maharashtra and Gujarat, often found, whether it was 92-93, that the violence in Bombay tore apart the city's social fabric. But worse than the violence itself was the fact that many of the attacks were launched from the offices of trade unions belonging to the Shiv Sena and the Bharatiya Janata Party. The union movement had been successfully broken, the left union movement, for which Bombay was famous, had been broken, and the right-wing unions had taken over. And the right-wing unions were the launching pads for the attacks on minorities. Similarly, we saw a fracturing of the women's movement, post-Shahbanu, where suddenly, instead of being able to debate the question of a common civil code, even the women, but don't confuse the common civil code which would take the best from the traditions of all personal laws which are pro-women, with the BJP and RSS driven demand for a uniform civil code, which simply means the Hindu kind of personal law being imposed on everybody. I'll give you one small example. During the aggressive debates on common civil code and a uniform civil code, I remember in a public debate like this asking members of the BJP that would you be agreeable to include in the common civil code that part of Islamic law which is very just towards women, which does not disenfranchise the first wife and the first child in the man's will. So the man should not have an irrevocable right to will away all his property. Some of his property should be kept for the first wife and the child. And their immediate response was, how can the man's inalienable right to make a will be taken away? So much for the Uniform Civil Code. It was simply a hegemonistic discourse that progressive secular forces were not able to gain precedence in people's minds. നമുക്കറിയാം പൊതു കോമൺ സിവിൽ കോഡ് എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത് കേവലമായ ഹിന്ദു കോഡിനെ കുറിച്ചല്ല. BJP പറയുന്ന പോലെ ഹിന്ദുക്കളുടെ കോഡ് ഇന്ത്യക്ക് മുഴുവൻ ബാധകമാക്കിയല്ല, മറിച്ച് എല്ലാ മതങ്ങളിലുമുള്ള പുരോഗമനപരമായ ആശയങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു സിവിൽ കോഡാണ്. ഒരു ഉദാഹരണം ഈ ചർച്ചയിൽ നടന്നപ്പോൾ BJP സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇസ്ലാമിക നിയമങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ സ്വത്തവകാശം നൽകുന്ന, ആദ്യത്തെ ഭാര്യയ്ക്ക് മകനും സ്വത്തവകാശം നൽകുന്ന ഭേദഗതി, അത്തരത്തിലൊരു നിയമം എന്തുകൊണ്ട് നമ്മുടെ സിവിൽ കോഡിൽ കൊണ്ടുവന്നുകൂടാ? അപ്പോൾ അതിനെ അംഗീകരിക്കാൻ BJP തയ്യാറായില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പുരുഷന്റെ അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതിനെ എല്ലാ മതങ്ങളും ആ അർത്ഥത്തിൽ എതിർക്കുന്നു, BJPയും എതിർക്കുന്നു. ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര ഇടപെടാൻ കഴിയാതെ വന്നതുകൊണ്ട് ഈ ചർച്ചകൾ മുഴുവൻ നയിച്ചത് വലതുപക്ഷ തീവ്രവാദ ലൈനിലേക്കാണ്. ഒരു പുരോഗമന ജനാധിപത്യ രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല. Similarly, the battles against communalism did not adequately look at issues of economic right and the growth of the economic right. So different battles continued independent of each other while giving ideological support but not really meshing themselves into an alternate political plan or agenda. And I believe this remains the greatest challenge today. Until we are able to formulate economically, socially and politically an alternate pro-people, pro-left, pro-populist agenda encompassing all these issues, we are still going to continue to fight our battles independent and often alone. വർഗീയ വിരുദ്ധ പോരാട്ടം നടത്തുന്നവരുടെ ഭാഗത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
വർഗീയത പോരാട്ടം നടത്തുന്നവർ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളെ, സാമ്പത്തിക സമരങ്ങളെ വേണ്ട രീതിയിൽ കാണാറില്ല. ഇവ രണ്ടും വളരെ വ്യത്യസ്തമായ ധാരകളായി പോകുന്നു. എന്നാൽ നമുക്ക് വേണ്ടത് ഒരു ബദൽ രാഷ്ട്രീയ അജണ്ടയാണ്, ഒരു ബദൽ രാഷ്ട്രീയ വീക്ഷണമാണ്. ജനങ്ങളോടൊപ്പമുള്ള സാമൂഹ്യമായ, സാമ്പത്തികമായ നീതിക്ക് വേണ്ടിയുള്ള ജനപക്ഷത്തു നിന്നുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് നമ്മൾ ഓരോരുത്തരുമായി നിന്ന് പോരാടണം, അവർ ഒന്നിച്ചു നിൽക്കണം. So battles against caste oppression, battles against communalism are linked. Battles against the aggression of economic right wing are linked. But we have not been able to articulate and understand how we convert these into an alternate political agenda. I think Kerala has been very vibrant and very lucky because of its unique history and commitment to people's movements. You have possibly more than anywhere else more vibrant movements here, whether it is the movement for non-privatization of water in Pachimara, the Indo-Salpin movement, the Palyakara movement against dumping of waste outside Trivandrum, Kinnalarur, all these movements are vibrant and alive. Maybe in no other state you have so many people's movements. So maybe the answers can come from here. But one challenge I believe that Kerala faces is not just the growing number of RSS shakas. നമുക്കറിയാം, ഇവിടെ തന്നെ വന്നിരിക്കുന്ന പ്ലാച്ചിമടയിലെയും കിനാലൂരിലെയും അതുപോലെ വിളപ്പിൽശാലയിലെയും അതുപോലെയുള്ള നിരവധി ശക്തമായ സമര പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അവരിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്, അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. തീർച്ചയായും ഇവിടെ കേരളത്തിൽ BJPക്ക് ഇതുവരെ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ RSS ശാഖകൾ ഇവിടെ വളരെ കൂടുതലുണ്ട്. മറുവശത്ത് ന്യൂനപക്ഷ വർഗീയതയും മറ്റൊരു രീതിയിൽ കേരളത്തിൽ NDFും PDPയും മുന്നണികൾ മാറി മാറി നിൽക്കുന്നുണ്ട്. ഇത് ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഗുണകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. In the growth up to 2002, because 2002 did not have an open eye. 2002 did not come out of nowhere. 2002 and the genocide carnage was possible because of a certain socio-political build-up that was taking place in the state from virtually 1995-96 onwards. It was manifesting itself in social organizations, political organizations, and the movement. And asking them, one person runs the largest self-employed workers, Seva, very well known. Asking them that why don't you, and a shocking answer was given, that if we talk about CPI, Sittu, Shraddha, all were present, and many of us were saying that we need to have a demonstration on the streets of Bombay against the delegation, because this is a working class city, and if it's a working class city, we have to demonstrate against what happened in Ayodhya, Faizabad. And I still remember the response I got from Dr. Samanji, who's no more with us. ഗുജറാത്തിൽ ഇത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ NGO, സേവാ എന്ന് പറയുന്ന NGO, അവർ തൊഴിലാളികൾ, അസംഘടിത തൊഴിലാളികളുടെ സംഘടനയാണ്. അവരുമായി ഞാൻ ചർച്ച ചെയ്തു. അവരോട് ഞാൻ ചോദിച്ചു, Subhash ji, Rahmatullah ji, Shakir ji, K.P. Umesh Babu, and of course the wonderful music of Hari Govind Sahab. Thank you very, very much for having me here, comrades, and Lal Salam and red salute to all. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സമര നേതാക്കൾക്ക് എന്റെ സംഘടനയുടെയും എന്റെയും പിന്തുണ അർപ്പിക്കുന്നു. കൂടംകുളത്ത് സുബ്രഹ്മണ്യനുണ്ട്, പച്ചമണിയിൽ വിളയൂര് വേണുഗോപാലുണ്ട്, കിന്നാലിൽ റഹ്മത്തുള്ള മാഷുണ്ട്, ഇടപ്പിൽശാലയിൽ സുഭാഷുണ്ട്, അതുപോലെ നമ്മെ സംഗീത സാന്ദ്രമാക്കുന്ന ഹരിഗോവിന്ദൻ ഇവിടെയുണ്ട്. അവരെല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ആയിരം കൈകൾ വാരിയെറിയുന്ന ചെറുകിട പൂവുകൾ നെഞ്ചേറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ DP ഉണരാതിരിക്കില്ല, നമ്മുടെ DP ഉണരാതിരിക്കില്ല. അഭിവാദ്യങ്ങൾ. ലിജീഷ് എഡിറ്റ് ചെയ്തിട്ടുള്ള റിബലുകൾക്ക് റെഡ് സല്യൂട്ട് എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നിശ്ചാ സദൽവാദാണ്. അത് ഏറ്റുവാങ്ങുന്നത് DPയുടെ സഹധർമ്മിണി സുഖാവ് KK രമയാണ്.
ടിപിയുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്ന ഗാനങ്ങളുടെ സമാഹാരമാണ്. ഭാരതീയ രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് അറിയാം. ആ ലക്ഷ്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നിരവധി നേതാക്കളുടെ ജീവൻ കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അങ്ങനെ എന്ത് യാതന അനുഭവിക്കേണ്ടി വന്നാലും ഒഞ്ചിയ രക്തസാക്ഷികൾ സ്വപ്നം കണ്ട ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പോരാട്ടത്തിൽ കരുത്തു പകർന്നുകൊണ്ട് കൊണ്ടുപോകും. അതിന് ഒഞ്ചിയ രക്തസാക്ഷികളുടെ സ്മരണ നമുക്ക് ആവേശം തരും. ആ ഒഞ്ചിയ രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. ഇതിഹാസമാണു നീ പ്രിയ സഖാവേ, തെളിഞ്ഞു കത്തും വഴിവിളക്കുന്നു നീ. ഇതിഹാസമാണു നീ പ്രിയ സഖാവേ, തെളിഞ്ഞു കത്തും വഴിവിളക്കുന്നു നീ. യോദ്ധാക്കളെ പെറ്റ മണ്ണിൽ രണധീരനായി വളർന്നു നീ. യോദ്ധാക്കളെ പെറ്റ മണ്ണിൽ രണധീരനായി വളർന്നു നീ. ഉയിരിൻ ഉയിരാം ചെങ്കൊടിയേന്തി നിർഭയനായി നടന്നു നീ. ഇതിഹാസമാണു നീ പ്രിയ സഖാവേ, തെളിഞ്ഞു കത്തും വഴിവിളക്കുന്നു നീ. ഇതിഹാസമാണു നീ പ്രിയ സഖാവേ, തെളിഞ്ഞു കത്തും വഴിവിളക്കുന്നു നീ. നേരുപൂക്കും പൂമരങ്ങൾക്കു കാവലായി ജ്വലിച്ചു നിൽക്കും അഗ്നിനക്ഷത്രമേ. നേരുപൂക്കും പൂമരങ്ങൾക്കു കാവലായി ജ്വലിച്ചു നിൽക്കും അഗ്നിനക്ഷത്രമേ. പത്മവ്യൂഹത്തിനുള്ളിലും അശ്വമേധം നയിച്ചു നീ. ഇടറിടാതെ പതറിടാതെ കീഴടങ്ങാതെ നിന്നു നീ. അനൗൺസർ പറഞ്ഞതുപോലെ പ്രതികൾ എന്ന വാക്ക് എനിക്ക് പരിചയമുള്ളത് ഇങ്ങനെ പുസ്തകത്തിനെ കുറിച്ചും സി ഡിയെ കുറിച്ചും ഒക്കെ ആയിരുന്നു ഒരു 10-12 വയസ്സ് വരെ. പിന്നീടാണ് പ്രതികൾ എന്ന വാക്ക് പത്രത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, കണ്ണൂരിലെ വാർത്തകൾ വായിക്കുന്നത്. ഒരു വാക്കിന്റെ അർത്ഥത്തെ ഇത്രമാത്രം ക്രൂരമാക്കി തീർക്കുന്ന രാഷ്ട്രീയ ഭാവങ്ങളെ ഒരു നിമിത്തമായി അദ്ദേഹം അനൗൺസ് ചെയ്യുകയായിരുന്നു. സി ഡിയുടെ പ്രതി, പുസ്തകത്തിന്റെ പ്രതി എന്നൊക്കെ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന രമചേച്ചിയെ പോലുള്ളവരുടെ ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുകളിൽ തീർത്ത കസേരകളിൽ കുത്തിയിരുന്നു കൊണ്ട് മൂഢസ്വർഗങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് അതാരായിരുന്നാലും ശരി, ഏത് രാഷ്ട്രീയ കക്ഷിയുടെ സെക്രട്ടറി ആയിരുന്നാലും രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരായിരുന്നാലും ശരി, ഞങ്ങൾക്ക് ഹരിഗോവിന്ദൻ പറയുന്നു ഒരൊറ്റ കാര്യം, ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളാണ് എന്ന് തന്റേടത്തോടുകൂടി പറയാൻ ഇവിടുത്തെ ഏത് പാർട്ടിക്കാരനാണോ ധൈര്യമുള്ളത്, ആ പാർട്ടി കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആയിക്കോട്ടെ, ആ പാർട്ടിയിൽ ആ ദിവസം മുതൽ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാവും. ആ ഒരൊറ്റ തന്റേടം കാണിക്കുക. അതല്ലാത്ത പക്ഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഒരുപക്ഷെ ഇല്ലാതാവുന്നതുവരെ ഈ സമരജ്വാല, സപ്തകാശ്മീർ നാട്യസംഘം സത്യനും കൂട്ടം കൊണ്ട് നടക്കുന്ന ഈ സമരജ്വാല അണയാതെ കാക്കുവാൻ
ഈ തൊണ്ടയും കൈയും എല്ലാ കാലത്തും ഉയർത്തി നിർത്തും എന്ന് ഞാനിവിടെ ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നെപ്പോലെ കൊട്ടിപ്പാടി നടക്കുകയും രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രം സാധിച്ചുകൊണ്ട് അവാർഡും അക്കാദമി സെക്രട്ടറിയുമായി കഴിയുന്ന നപുംസകങ്ങളോടുകൂടി ഞാൻ പറയട്ടെ, ഇതാ സെതിൽവാദ് തിരുവനന്തപുരത്ത് ഒരിക്കൽ നമ്മൾ ഈ പറയുന്ന പാർട്ടിയുടെ പ്രചരണത്തിന് സെതിൽവാദ് തിരുവനന്തപുരത്ത് വന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ ഇന്ന് ആ പാർട്ടിയുടെ വലതുപക്ഷ ചാലനത്തിനെതിരായി ഈ വേദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ആയിരക്കണക്കിന് സെതിൽവാദുമാർ ഇനിയും ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന ചെറിയ ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവേണ്ടത് ആ സംഘടനയുടെ കൊല ചെയ്തവരാരായിരുന്നാലും ആ സംഘടനയുടെ നന്മ ആഗ്രഹിക്കുന്നവർക്കുള്ള താക്കീതാണ് സെതിൽവാദിന്റെ ഈ സാന്നിധ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നപുംസകങ്ങളായി ഉണ്ടാതിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നരകം വിധിക്കപ്പെടുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർക്കാൻ ശരീരം തരാമെടോ, ഒന്നു തീർത്താതൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, ഒന്നു തീർത്താലൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, കൊന്നു തീർത്താലൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ. വിറ്റു തിന്നുവാൻ നാടിനെ നൽകാത്ത കുറ്റമല്ലയോ തീപ്പിക്ക യോഗ്യത. വിറ്റു തിന്നുവാൻ നാടിനെ നൽകാത്ത കുറ്റമല്ലയോ തീപ്പിക്ക യോഗ്യത. സത്യസ്നേഹം അളവറ്റു നേടിയോൻ ഒറ്റുകാരുടെ ശത്രുവത്തേചിരം. സത്യസ്നേഹമാവറ്റു നേടിയോൻ ഒറ്റുകാരുടെ ശത്രുവത്തേചിരം. ഏറ്റുപാടുന്നു ഏറ്റുപാടുന്നു നിഷാദ. ഏറ്റുപാടുന്നു നിഷാദ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇടവാങ്ങുന്നു. ടി.പി. ചന്ദ്രശേഖരൻ എന്ന വാക്കിന്റെ അർത്ഥം തന്തയ്ക്ക് പിറന്നവൻ ചന്ദ്രശേഖരൻ എന്നാണ്. അതാണ് അതിന്റെ ഫുൾ ഫോം. എമർജിംഗ് കേരളയും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയും ശക്തിപ്പെടുമ്പോൾ വായടച്ചിരിക്കേണ്ടി വന്ന ഉത്തരവാദിത്തപ്പെട്ടവർ, അത്തരം അനവധി തന്തയ്ക്ക് പിറന്നവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് ആവർത്തിക്കരുതേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ് സഖാവ് ചന്ദ്രശേഖരൻ. സഖാവ് ഇറങ്ങിപ്പോയപ്പോ കൂടെ ജനങ്ങളും നടന്നു. അങ്ങനെ ജനങ്ങൾ സഖാവിന്റെ കൂടെ പോവാനെന്ന കാരണം ജലത്തിൽ മത്സ്യം എന്നതുപോലെ ജനങ്ങളിൽ അലിഞ്ഞു ചേർന്നവനായിരുന്നു സഖാവ് ടി.പി. എന്നുള്ളതുകൊണ്ടാണ് അവരുടെ സങ്കടങ്ങളിൽ തണൽ വിരിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാത്ത വീര്യവും കരുത്തുമായി ആത്മവിശ്വാസത്തിന്റെ പെരുമരം പോലെ സഖാവ് ചന്ദ്രശേഖരൻ ഒഞ്ചിയത്തെ സഖാക്കൾക്ക്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു.
സഖാവിന്റെ ഓർമ്മകളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. വിജയമാഷ് വേറൊരാളെ കുറിച്ച് പറഞ്ഞൊരു വാചകം നമ്മുടെ വീട്ടിന് മുമ്പിലെ കരിവീട്ടി പോലത്തെ സാന്നിധ്യമായിരുന്നു സഖാവ് ചന്ദ്രശേഖരന്റേത് എന്ന് കുഞ്ചിയത്തെയും സഖാവിനോട് അടുപ്പമുള്ളവരുടെയും ഓർമ്മകളിൽ നിന്ന് നമുക്ക് ആ അടുപ്പത്തെ എങ്ങനെ നിർവചിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു സഖാവ് ചന്ദ്രശേഖരൻ. സഖാവ് ആളുകളുടെ പ്രയാസങ്ങളിലെല്ലാം, ആളുകളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പമെല്ലാം തങ്ങളിൽ ഒരാളായി, വീട്ടുകാരനായി, നാട്ടുകാരനായി കൂടെയുണ്ടായിരുന്നവനാണ് എന്നും നമുക്കറിയാം. അങ്ങനെയെല്ലാമുള്ള ഒരു ചന്ദ്രശേഖരനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് അതുപോലെ പ്രവർത്തിക്കുകയും ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ മരണം വരെ അടിയുറച്ച് നിലപാടെടുത്ത് പോരാടുകയും ചെയ്ത ഒരു സഖാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് ധീരൻ. ആ ധീരനെ ഏത് അറവാളുകളാണ് മരണശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്ന് വ്യക്തമാണ്. ജനങ്ങൾക്കൊപ്പം നടന്നതിനാണ് ചന്ദ്രശേഖരൻ വിമതനും വിരുദ്ധനുമായി പോയത് എങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാണ് ചന്ദ്രശേഖരൻ ശത്രുവായി തീർന്നത് എങ്കിൽ, അവന് മരണശിക്ഷ വിധിച്ച ചന്ദ്രശേഖരനെ കൊല ചെയ്ത ശക്തികൾ ആരായാലും അവരായിരിക്കും ജനവിരുദ്ധരെന്ന് കാലവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ തീർച്ചയായും നമുക്ക് മുമ്പിൽ തന്നെ വന്നു ചേരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ, നിലപാടെടുക്കുന്നതിന്റെ പേരിൽ, പുറത്തു പോകുന്നതിന്റെ പേരിൽ നിങ്ങൾ മരണശിക്ഷ വിധിക്കുമെങ്കിൽ മരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒഞ്ചിയത്തും വടകരയിലും കിടത്തനാടിന്റെ മണ്ണിലും പ്രബുദ്ധമായ ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഈ മണ്ഡലത്തിലുമെല്ലാം ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ മുട്ടുമടക്കി അഭിപ്രായങ്ങളെ പണയം വെച്ച് ഭയം കൊണ്ട് ഭരിച്ചു കളയാം എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായും ശക്തമായ കാൽവെപ്പുകളിലൂടെ, നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള നിരന്തര പ്രവർത്തനങ്ങളിലൂടെ തീർച്ചയായും മറുപടി കൊടുക്കേണ്ടതുണ്ട്. പറയേണ്ടുന്നവർ, അഭിപ്രായം പറയേണ്ടുന്നവർ, പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടുന്നവർ, ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടുന്നവർ അത് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി സമരങ്ങൾ ഉയർന്നു വരുന്നതിന്റെ കാഴ്ചകളാണ് കേരളത്തിൽ, ഇന്ത്യക്കകത്തുമെല്ലാം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഖാവ് ചന്ദ്രശേഖരനെ ഓർമ്മിക്കുന്ന ഈ വേദി അർത്ഥവത്തായിത്തീരുന്നത്, രാഷ്ട്രീയമായി ഏറ്റവും അർത്ഥസമ്പുഷ്ടമായി തീരുന്നത് ഈ വേദിക്കകത്ത് കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ എല്ലാം മുന്നണി പ്രവർത്തകരായി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന സഖാക്കളുടെ സാന്നിധ്യമാണ്. ഇപ്പം ഭരണകൂട ഭീകരതയുടെ ഏറ്റവും നഗ്നമായ മുഖം നാം കാസർഗോഡ്, അവിടെ ആ സമരഭൂമിയിൽ നിന്ന് ഇവിടെ നമ്മുടെ വേദിയിൽ സഖാവ് പങ്കുചേരുന്നു. പ്ലാച്ചിമടയിൽ അദ്ദേഹത്തോടുള്ള ഉത്തരവാദിത്വം നാം ഇവിടെ നിർവഹിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ പോരാട്ടങ്ങളുടെയെല്ലാം ഐക്യപ്പെടൽ, ഒത്തുചേരൽ, അതെല്ലാം തീർച്ചയായും ജനപക്ഷത്തു നിന്നുള്ള പുതിയ മുന്നേറ്റങ്ങളുടെ നാന്ദിയായി തീരട്ടെ എന്ന് തീർച്ചയായും ആത്മാർത്ഥമായും ഈ വേദിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളുടെ തുടക്കമായി ഈ വേദി മാറിത്തീരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ വേദിയിൽ ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ടിപിയുടെ ഭാര്യ സഖാവ് കെ കെ രമയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ
എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം. പല സ്ഥലങ്ങളിലും ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വാചകങ്ങളാണ്. 100 വെട്ടിനാൽ തീർക്കാനാവില്ല നേരുകാക്കുവാൻ പിറന്ന പോരാളിയെ, വീണതല്ലവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിപ്പുണ്ടവൻ. ഏറ്റവും മനോഹരമായ ഏറ്റവും സത്യമായ വാക്കുകൾ. ഇതാ മറഞ്ഞിരിക്കുന്ന അനേകായിരം വിത്തുകൾ മുളച്ചു പൊങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇത് ഇവിടെ മാത്രം കാണുന്ന കാഴ്ചയല്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന് പുറത്തുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു കാഴ്ച നമുക്ക് സമീപകാലത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എതിരഭിപ്രായം പറയുന്ന ആളുകളെ കൊന്നുതള്ളുന്ന സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനുള്ളൊരു രാഷ്ട്രീയം, സത്യസന്ധമായ രാഷ്ട്രീയം, നന്മയുടെ രാഷ്ട്രീയം, സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതുതലമുറ, ഒരു പുതിയ രാഷ്ട്രീയം രംഗപ്രവേശം ചെയ്തിരിക്കുന്നതിന്റെ സാക്ഷി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഈ വിത്തുകൾ മുളച്ചു പൊങ്ങി വൻ മരങ്ങളായി തീരുന്നതിന് ഭാവി വിദൂരമല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഇന്നുള്ള മരങ്ങൾ, വൻ വൃക്ഷങ്ങൾ, അതിന്റെ ഇലകൾ മുഴുവൻ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരു കാറ്റ് ആണി വീശാൻ വേണ്ടി ഇരിക്കുന്നതേയുള്ളൂ, അത് നിലമ്പത്താൻ വേണ്ടിയിട്ട്. അതിനുള്ള ഒരു പുതിയ ഒരു തുടക്കമായിട്ട്, ഒരു രംഗപ്രവേശമായിട്ട് നമുക്ക് ഈ വേദിയെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസരത്തിൽ രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എന്നെ വേട്ടയാടിപ്പെടുന്ന ഒരു മുഖമുണ്ട്. ആ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത്ര ക്രൂരമായി ശിക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ചന്ദ്രശേഖരൻ എന്ത് തെറ്റാണ് ഈ സമൂഹത്തിനോട് ചെയ്തിരിക്കുന്നത്? നന്മയുടെ ഒരു ഹൃദയം സൂക്ഷിച്ചു, എല്ലാവരെയും സേവിക്കാനുള്ള ഒരു മനസ്സുണ്ടായി, ജനങ്ങളുടെ കൂടെ ജീവിച്ചു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ഇല്ലായ്മകൾക്കും പോരായ്മകൾക്കും അവന്റെ നടുവിൽ ജീവിച്ചു. ആ തെറ്റാണ് സഖാവ് ചന്ദ്രശേഖരൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടി കേരളത്തിലെ മുഴുവൻ ആളുകളും, ഇന്നുള്ള CPM-ൽ വിശ്വസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് നന്മയാണ് വരുത്താൻ വേണ്ടി കഴിയുന്നത്? ഏത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ജനകീയ സമരങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ ജനകീയ സമരങ്ങളോടൊക്കെ ഇന്നത്തെ ഈ മുഖ്യധാര രാഷ്ട്രീയം എടുക്കുന്ന സമീപനം, പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെടാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത്. ആ സമരങ്ങളോടൊക്കെ നമുക്കറിയാം, പല സമരങ്ങളെ കുറിച്ച് നേരത്തെ ഉൾപ്പെടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജനകീയ സമരങ്ങൾ അത് ഏറ്റെടുക്കേണ്ട ഒരു പ്രസ്ഥാനം അതിന്റെ പിന്നിൽ നിന്ന് ഒളിച്ചോടുക. ഇപ്പം ഏറ്റവും അവസാനം കൂടംകുളത്തുൾപ്പെടെ നടക്കുന്ന സമരങ്ങൾ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഈ ആണവ നിലയങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കേരളം അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ അതിന് ഒരു തരത്തിലുള്ള ഇത് കൊടുക്കാതെ അതിന് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അതിനെതിരെ ഈ ജനകീയ സമരങ്ങൾ തോളോട് തോൾ ചേർന്ന് ഇവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഒഞ്ചിയത്തെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഈ അവസരത്തിൽ ഈ കൂടവിപണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എല്ലാവിധ ജനകീയ സമരങ്ങളുടെയും കൂടെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാവും, ഞങ്ങളുണ്ടാവും രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെ നിന്ന് പോരാടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധങ്ങളായ പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ജ്വാലകളും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ അലയൊലികൾ കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഏറ്റവും ആദ്യം ദുബായിൽ അതിനൊരു പ്രതിഷേധ സംഗമം നമ്മൾ കണ്ടു. നൂറുകണക്കിന് ഏകദേശം 100-200 ആളുകളെ ആ പ്രതിഷേധ യോഗത്തിൽ ഉണ്ടാവുകയെന്ന് ആ സംഘാടകർ തീരുമാനിച്ചെങ്കിലും അവിടെ ഏകദേശം 500-500-ലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയൊരു പ്രതിഷേധം ആ ഫസ്റ്റ് തന്നെ അവർ സംഘടിപ്പിച്ചത് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം ഏറ്റവും അവസാനം അവിടെ സാംസ്കാരിക രംഗത്ത് അവരൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ജനകീയ സമരങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഈ ഒക്ടോബർ 12-ാം തീയതി ഗ്രാമം എന്ന് പേരിട്ട ഒരു പുതിയ സംഘടന ശ്രീ അരിഗോവിന്ദൻ അവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്.
എനിക്ക് അതിന്റെ സംഘാടകർ, അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സപ്തർ ഹാഷിമി നാട്യസംഘം ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവതരിക്കുമ്പോൾ ഈ നാട്യസംഘത്തിന്റെ പ്രവർത്തകരോട് വളരെ സന്തോഷപൂർവ്വം എനിക്ക് അറിയിക്കാനുള്ള ഒരു കാര്യം, ഈ ഗൾഫിലെ ഈ ഗ്രാമം എന്ന സംഘടനയിൽ അവിടുത്തെ ആളുകൾ ഈ നാട്യസംഘത്തിന്റെ പ്രവർത്തകരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വിവരം കൂടി ഈ അവസരത്തിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ, ഇത്തരത്തിൽ നമുക്ക് എതിരെ ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളിലും നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിലും പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള എതിരഭിപ്രായങ്ങളെ കൊന്നുതള്ളുന്ന സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നന്മയുടെ രാഷ്ട്രീയം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലേക്ക് വളർന്നു വരണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം ഇവിടെ ഹരിഗോവിന്ദൻ പറഞ്ഞത് വേണ്ടത്ര കൃത്യമായില്ല തോന്നുന്നു, ആളുകൾ മനസ്സിലായില്ല. 2005 ഇന്ന് ക്രിസ്റ്റ ഞങ്ങളോട് പറയുകയായിരുന്നു, 2004 ഇവിടെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരത്ത് CPM-ന് വേണ്ടി LDF-ന് വേണ്ടി സംസാരിക്കാൻ വന്ന ആളാണ് സഖാവ് ടീസ്റ്റ സെറ്റിൽവാർഡ്. അവരോട് ഇന്നിവിടെ പങ്കെടുക്കരുത് എന്നുവരെ സമ്മർദ്ദങ്ങൾ ഉണ്ടായി. പക്ഷേ സഖാവ് ടീസ്റ്റ സെറ്റിൽവാർഡ് ഇന്ന് ഈ വേദിയിൽ വരുന്നതോടുകൂടി കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാന വക്താവായ സഖാവ് ടീസ്റ്റ നമ്മളോടൊപ്പമാണ് എന്നതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ മണ്ണും കേരളത്തിലെ വെള്ളവും കേരളത്തിലെ മനുഷ്യരെയും ജീവിതവും പങ്കുവെച്ചെടുക്കാൻ രാഷ്ട്രീയ കക്ഷികൾ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിനെതിരായി നൂറുകണക്കിന് പോരാട്ടങ്ങൾ നടക്കുന്നു. ആ പോരാട്ടങ്ങൾ മനുഷ്യരുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നത് മാത്രമല്ല, മിക്കവാറും ഇടങ്ങളിൽ ആ പോരാട്ടങ്ങളിൽ മറുപക്ഷത്താണ് ഇവിടുത്തെ പരമ്പരാഗത ഇടതുപക്ഷം എന്ന ദയനീയമായ കാഴ്ചയുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇവിടെ നമ്മുടെ വിളപ്പിൽശാല സമരത്തിൽ അത്ഭുതകരമായ ഒരു കാഴ്ച, അത് അദ്ദേഹം ഇവിടെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഞാനത് പറയില്ല. അതിന്റെ എല്ലാ ഉജ്ജ്വലതകളോടും കൂടി തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരലിൽ ഒരു വലിയ വേദിയായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സപ്തകാശി സംഘത്തോടും മറ്റെല്ലാ സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളോടും സപ്തകാശി നാട്യസംഘത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനമാണ്. സപ്തകാശി നാട്യസംഘത്തിന്റെ വെബ്സൈറ്റിന്റെ വിലാസം www.saptakashi-natyasangam.com എന്നാണ് അതിന്റെ സംഘടനകൾ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സൈബർ ലോകം പലതരത്തിലുള്ള സമരങ്ങളാൽ മുഖരിതമാണ്. അത് വളരെ പുരോഗമനപരമാണ്. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും എന്ന് കരുതുന്ന ധാരാളം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അറബ് വസന്തത്തിനൊക്കെ ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ അത്രയൊന്നും പുരോഗമനപരമായിട്ടല്ല ഒരുപക്ഷെ സൈബർ ലോകത്തെ വിപ്ലവങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കുരിശുയുദ്ധങ്ങളുടെ യുക്തിയിലേക്ക് മടങ്ങി പോകുന്ന ഒരു രാഷ്ട്രീയത്തെ സഹിക്കാനാവില്ല ആധുനിക ലോകത്തിനും മനുഷ്യരാശിയുടെ ചരിത്രത്തിനും നാഗരികതയുടെ ഇപ്പോഴത്തെ ഘട്ടത്തിനും എന്നുള്ളതാണ് അതിന്റെ കാരണം. ഒരർത്ഥത്തിൽ കുരിശുയുദ്ധ യുക്തികൾ ഉപയോഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായി നടത്തിയിട്ടുള്ള യുദ്ധമാണ് ടീസ്റ്റ സെറ്റിൽവാർഡിനെ നമുക്ക് പ്രിയപ്പെട്ടവളാക്കി തീർത്തത്. അവരതാണ് ആധുനിക ലോകത്തിന് നൽകിയിട്ടുള്ള സമരപരമായ ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ലോകത്തെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് കൊണ്ടുപോയ കുരിശുയുദ്ധ യുക്തികൾ വീണ്ടും വരാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുജറാത്തിലാവാം, മറ്റു പല പ്രദേശങ്ങളിലും ആകാം. അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഉടലാർന്ന രൂപമായിട്ടുള്ള
ശ്രീമതി ടീസ്ത സെത്തൽവാദ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ വൈകുന്നേരത്തെയും ഇന്നത്തെ ദിവസത്തെ കേരളീയ ജീവിതത്തെയും വളരെ വലിയ അർത്ഥം കൊണ്ട് നിറക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ഔപചാരികമായി അറിയിക്കുകയും അതിന്റെ പോലീസ് ഫയൽ കാണിച്ചു തരികയും പോലീസുകാരുടെ സാധാരണ ചിട്ടവട്ടായിട്ടുള്ള അതിന്റെ പേരിൽ എന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും പല കുറി കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പല കുറി അവരെന്നോട് പോലീസ് പ്രൊട്ടക്ഷന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേറൊരാളുടെ സംരക്ഷണത്തിൽ ജീവിക്കാൻ ഇത്രയും കാലം ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ അവശേഷിക്കുന്ന ദിവസങ്ങളിലും വേറെ കാലിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുക എന്ന രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരുപക്ഷെ ആദ്യമായി എന്റെ സംരക്ഷണത്തിലും രണ്ടാമതായി കേരളത്തിൽ എന്റെ ആശയങ്ങൾ പങ്കിടുന്ന മനുഷ്യരുടെ സംരക്ഷണത്തിലുമാണ് എന്റെ ദിവസങ്ങൾ വാസ്തവത്തിൽ പുലർത്തുന്നത്. ഇതിനൊരു വിട്ടുവീഴ്ചയില്ല. അത് എന്റെ സ്ഥലം ഭയം എന്നൊരു വികാരം വളരെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഭയത്തിന്റെ പക്ഷേ ഞാൻ പറയുന്നത് ഒരു എഴുത്തുകാരനെ കവി എന്നുള്ള നിലയിൽ ദീർഘകാലത്ത് മേൽവിലാസമുള്ളവരാലെ ഒരു സാംസ്കാരിക പ്രവർത്തകനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിലെ പത്രങ്ങൾ ദീർഘദിവസങ്ങളായി ഇത്രയൊക്കെ വാർത്തകൾ നൽകിയിട്ടും കേരളത്തിൽ അതൊരു ചെറു ചലനം പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യത്തെ മുൻനിർത്തി എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ചിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് വളരെ സംശയം. ഞാൻ ആകെ കണ്ടിട്ടുള്ള ഒരു നീക്കം അത് സംബന്ധിച്ച് ഫിറ്റ് എസ്റ്റേറ്റിന്റെ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഇതൊന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് തരത്തിലുള്ള പ്രസ്താവനയാണ്. കൊള്ളരുതാത്ത അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘടനകളുള്ള സംവിധാനങ്ങൾ മുഴുവൻ കൊള്ളരുതാത്ത ഒന്നായി തീർന്നിരിക്കുന്നത് മനസ്സിലാക്കിയ ഘട്ടത്തിൽ അതിനകത്ത് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള എന്റെ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീനാരായണൻ തൊട്ടിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന പൈതൃകത്തിന്റെ മഹാശബ്ദങ്ങളും മഹാരഥന്മാരും ഒക്കെ കൊള്ളരുതാത്തത് എന്ന് തോന്നിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ ആശയങ്ങളിൽ നിന്നും അതാത് സമയങ്ങളിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ നയിച്ച വികാരം. അതുകൊണ്ട് എവിടുന്ന് എപ്പോഴും ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല നിശ്ചയമുണ്ടാകണം എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. എവിടുന്ന് എപ്പോഴാണ് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കൃത്യസമയത്ത് എടുക്കാൻ കഴിയണം. അതുകൊണ്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഈ പറയുന്ന ഒഞ്ചിയത്തിലെ ജനകീയ കലാപം ഉണ്ടാകുന്നതിന് മുമ്പേ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നീട് ഒഞ്ചിയത്ത് ഇങ്ങനൊരു ജനകീയ കലാപം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള ജനകീയ കലാപത്തിന് പ്രത്യേകിച്ചും ടി.പി. ചന്ദ്രശേഖരനെ പോലൊരു വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വ്യക്തികൾക്കുള്ള പ്രാധാന്യം ഒരുപക്ഷെ അവരുടെ ജീവിതം കൊണ്ടാണ് തെളിയിക്കപ്പെടുക. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു തെളിവിന്റെ ആവശ്യമില്ല. അത് മുഖ്യധാരയിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ ഒരു വിമത രാഷ്ട്രീയത്തിന്റെ ഒരു എതിർപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ സമരങ്ങളൊക്കെ അതാതിടങ്ങളിൽ ആവിയായി പോവുകയും അവയൊക്കെ വെള്ളം നടക്കാത്ത കമ്പാർട്ട്മെന്റുകളിൽ വെവ്വേറെ ചന്ദ്രശേഖരന്റെ വളരെ അടുത്ത മിത്രമായിരുന്നു, സഖാവായിരുന്നു, സുഹൃത്തായിരുന്നു. തമാശ പറഞ്ഞ നടത്തുന്ന ആളുകളാണ് ഞങ്ങള്. മരണത്തെക്കുറിച്ച് സ്വന്തം മരണത്തെക്കുറിച്ച് തമാശ പറഞ്ഞിട്ട് നടത്തുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും മാർച്ചില് എനിക്കെതിരായി നടന്ന വധശ്രമം വിജയിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ആദ്യം മരിക്കുക ഞാനായിരിക്കുമായിരുന്നു. ഇങ്ങനെ പലതരത്തിൽ ഇതൊക്കെ യാദൃശികമായ സാധ്യതകളുടെ പുറത്താണ് പക്ഷെ ഒരാൾ മരിക്കുകയും വേറൊരാൾ ബാക്കിയാവുകയും ചെയ്യുന്നത്. പക്ഷെ ശത്രുശക്തനാണ് എന്ന വാസ്തവം ചന്ദ്രശേഖരന്റെ മരണത്തിന് 4 മാസം കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ആരംഭിക്കുകയും നമ്മുടെ ചുമതലകൾ വളരെ വളരെ ചെറുതല്ല എന്ന് മാത്രമല്ല വളരെ വളരെ ബൃഹത്താണ്, ഒരുപക്ഷെ അതികഠിനമാണ്. നമുക്ക് രക്തസാക്ഷികളാകാൻ പറ്റിയ ഒരു പ്രയാസമല്ല. അത് തീർച്ചയായിട്ടും ധീരതയിൽ തന്നെയുള്ളതാണ് വേണ്ടത്. കേരളത്തിൽ ഹരികോം എന്ന് പറയുന്ന കാര്യം. പക്ഷെ ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അതിനേക്കാൾ വലിയ സന്നദ്ധതകളുടെ ആവശ്യമുണ്ടായെങ്കിലും എന്നുള്ള ഒരു പാഠം, ഒരു വളരെ കഠിനമായ പാഠമാണ് കേരളത്തിന്റെ ഈ സന്ദർഭം നമ്മളെ ഓർമ്മിക്കുന്നത്. സപ്തഭാഷണി നാട്യ സംഘത്തിന്റെ ഇത്തരം സാഹസികമായ സന്ദർഭങ്ങൾക്ക് ഒരു സാധാരണ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ എന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കുളത്തെ സമരത്തെ ഈ വേദിയിൽ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ആളുകൾ, ഉണ്ട്, അജിയച്ചിയുണ്ട്, വളയോടിയുണ്ട്. അപ്പോ ഞാൻ ഒറ്റക്കല്ല ഈ സമരത്തെ പ്രതിനിധി. ഞങ്ങൾ ആരും ഒറ്റക്കൊറ്റക്ക് ഒരു സമരത്തെയും പ്രതിനിധീകരിക്കുന്നില്ല. വളയോടിയുടെ
സമരമല്ല പ്ലാച്ചുപറ, ഞങ്ങളുടെ ഒക്കെ സമരമാണ്, നമ്മുടെ ഒക്കെ സമരമാണ്. അല്ലെങ്കിൽ സുധീറിന്റെ സമരമല്ല എൻഡോസൾഫാൻ, ഞങ്ങളുടെ ഒക്കെ സമരമാണ്. പാലിയക്കരയായാലും മറ്റു സമരങ്ങളായാലും ഒക്കെ നമ്മുടെയൊക്കെ സമരമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സന്ധ്യക്ക് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനകീയ സമരമായി മാറിക്കഴിഞ്ഞ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് കൂടി ഒരു പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ ദിവസം തൂത്തുക്കുടിയിലെ ഹാർബർ ഉപരോധത്തിൽ 10,000-കണക്കിന് മനുഷ്യരാണ് അണിചേർന്നത് എന്ന് മാത്രമല്ല, ഇന്ന് രാമേശ്വരം തൊട്ട് തിരുനെൽവേലി വരെയുള്ള കടൽക്കരയിൽ 10,000-കണക്കിന് മനുഷ്യരാണ് ഐക്യദാർഢ്യ ചങ്ങല തീർത്തത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തമിഴ്നാട്ടിലെ സർക്കാർ ഓഫീസുകൾ കുളംകുളം സമരസേനാനികൾ ഉപരോധിക്കാൻ പോകുന്നു. മറ്റൊരു ഭാഗത്ത് നിയമപരമായ പോരാട്ടം സുപ്രീം കോടതിയുടെ വരെയുള്ള തലത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു. വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചരിത്ര സൃഷ്ടാക്കളായി ജനങ്ങളെ നയിക്കേണ്ടുന്ന നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ തന്നെ എതിർത്ത അമേരിക്കൻ ആണവലോബികൾക്കടക്കം വിടുവലി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മൻമോഹൻ സിംഗ് ഭൂരിപക്ഷമില്ലാതെ ഒരു ഗവൺമെന്റായി മാറി. എന്നിട്ടും ഇന്ത്യയിലെ ഇടതുപക്ഷമടക്കം രാജിവെച്ച് പുറത്തുപോയെന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും അധികാരത്തിൽ തുടരുന്നത് അധാർമികമാണ് എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ അമേരിക്കൻ ഏജന്റായ മൻമോഹൻ സിംഗിനെയും അയാളുടെ കൂട്ടാളികളായ അഹ്ലുവാലിയെയും അടക്കം സംരക്ഷിച്ചു നിർത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സമരത്തെ പുച്ഛിക്കുന്ന തരത്തിലേക്ക് ദയനീയമായ പതനം സംഭവിച്ച ഒരു ഇടതുപക്ഷ പാർട്ടിയെ, CPM പോലുള്ള ഒരു പാർട്ടിയെ കാണുന്നു. പക്ഷേ ചില സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലെ CPIയുടെ സംസ്ഥാന കൗൺസിൽ കൂടംകുളം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത്. പ്രത്യേകിച്ചും സഖാവ് TPയുടെ അനുസ്മരണവും, സഖാവ് TP എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ജനകീയനായ ഒരു നേതാവ്. അത് മാത്രമല്ല, CPMൽ നിന്നും വിട്ടതിന് ശേഷം വലതുപക്ഷത്തേക്ക് പോകാത്ത ഒരു രാഷ്ട്രീയം കാഴ്ചവെച്ച ഒരു നേതാവ്. ഈ രണ്ട് തരത്തിലും അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കൊലപാതകത്തിൽ ഏറെ പ്രയാസപ്പെട്ടുള്ള, ഏറെ മാനസിക വിഷമുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും അദ്ദേഹത്തെ കൊല ചെയ്ത കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ സഖാവ് രവിയോടൊപ്പം കേരളത്തിലെ ഇന്ന് വളരെ സജീവമായി നിൽക്കുന്ന ജനകീയ സമരങ്ങളുടെ പ്രതിനിധികളോടൊപ്പവും ഈ സ്റ്റേജിൽ ഇതേ നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. ഞാൻ പലപ്പോഴും നിരാശപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ വ്യവസ്ഥിതി എങ്ങോട്ട് പോകുന്നു, എമർജിംഗ് കേരളയും മറ്റൊക്കെ കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ദിവസത്തെ സംഭവവികാസങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും നിരാശയുടെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയ സമരങ്ങളുടെ പുത്തൻ ചരിത്രങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഊടകത്തിലാണെങ്കിലും, എൻഡോസൾഫാന്റെ മേഖലയിലാണെങ്കിലും, നഴ്സിംഗ് മേഖലയിലാണെങ്കിലും, പാലിയേക്കര ടോൾ സമരത്തിന്റെ മേഖലയിലാണെങ്കിലും, വിളപ്പിശാല സമരത്തിന്റെ മേഖലയിലാണ്. വിളപ്പിശാല എന്നുള്ളത് കേരളത്തിലെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു സമരമാണ്. കേരളം മുഴുവനും അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള നഗരമാലിന്യങ്ങളുടെ രാഷ്ട്രീയം, അത് കൈകാര്യം ചെയ്യുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ, ഇതിനെയൊക്കെ പ്രതികരിക്കുന്നു വിളപ്പിശാല. നിലനിൽക്കുകയുമാണ്. രണ്ട് തവണയും വലിയ പോലീസ് സന്നാഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വലിയ ശക്തമായ സമരമാണ് ഞങ്ങൾ നടത്തിയത്. അങ്ങനെ പോലീസുമായി അഭിമുഖമായി നിൽക്കുമ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും 10,000-കണക്കിന് ആൾക്കാരാണ് അണിനിരക്കുന്നത്. നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടതുപോലെ സ്ത്രീകളും കുട്ടികളുമാണ് മുൻനിരയിൽ. ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സിരകളിലൂടെ
നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം കത്തിപ്പടരും. ഒരു ശക്തിക്കും ആ സന്ദർഭത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. വെട്ടിനുറുക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ മാംസപിണ്ഡവും എണീറ്റ് നിന്ന് പോരാടും. ആ തരത്തിലൊരു വികാരം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു പൊതുസമ്മേളനമാണെങ്കിൽ പോലും ആ സമരത്തിന്റെ ആ മൂർധന്യ ഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള ഒരു വികാര ആവേശമാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ വളരെ ഗംഭീരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോട് വിളപ്പിൽശാലയിൽ പൊരുതുന്ന ജനങ്ങളുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ സമ്മേളനം, ഗംഭീരമായ സമ്മേളനം, വളരെ വലിയ 2 രക്തസാക്ഷികളോടുള്ള ആദരവ് പ്രദർശിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ്. സഖാവ് ടി പി ചന്ദ്രശേഖരൻ, സഫ്തർ ഹാഷ്മി. ഞാൻ സമയമില്ലാത്ത കാരണം ചുരുക്കുകയാണ്. ഈ 2 മഹാന്മാരായ രക്തസാക്ഷികളോടുള്ള ആദരവ് പ്രകടിക്കുന്നതോടൊപ്പം തന്നെ അതേപോലെ പ്രാധാന്യത്തോടുകൂടി ഒരു വിഷയവും ഈ സമ്മേളനത്തിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ സംഘാടകർ അവരുടെ പ്രചരണത്തിൽ ഉയർത്തിപ്പിടിച്ചതുപോലെ അധികാര രാഷ്ട്രീയം കണ്ണടച്ചാൽ പോർനിലങ്ങളിൽ ഇരുട്ടല്ല, ആ മുദ്രാവാക്യം. ഞാൻ മനസ്സിലാക്കുന്നത് രക്തസാക്ഷികളോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ വികാരത്തോടുകൂടി ഇന്ന് ഈ സമ്മേളനത്തിൽ ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും കൂടിയാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതായി ഞാൻ. നമ്മൾ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കണം. 1990കളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ ലോകത്ത് അമേരിക്കയെ തോൽപ്പിക്കാവുന്ന സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി നിന്ന കാലത്ത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയത് 90കളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അമേരിക്കയോട് ഈ ആണവ നിലയത്തിൻ്റെതുപോലെ സാമ്പത്തിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ നിന്ന് മത്സരിക്കുന്നത് മാത്രമല്ല സോഷ്യലിസം എന്ന് തിരിച്ചറിവ്, അതുപോലെ തന്നെ വിയോജിക്കുന്നവർ. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ പോളണ്ടിലൊക്കെ നടക്കുന്ന കാലത്ത് ഈ രാജ്യങ്ങളിൽ ഡിസന്റിന്ന് വിയോജിക്കുന്ന ആളുകളെ കൊന്നൊടുക്കിയതിന്റെ ഒരുപാട് കഥകളൊക്കെ പുറത്തു വരികയുണ്ടായി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൈയൊഴിക്കേണ്ട ഇത്തരത്തിലുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൈയൊഴിക്കേണ്ടതായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് കൂലങ്കഷമായ ഒരു ആത്മപരിശോധന ഞാനടക്കം ഉള്ള, ഞാൻ പറയുന്നത് മാർക്സിസ്റ്റുകളെന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ തന്നെ കുറെ കൂടി ഗൗരവപൂർവ്വം നമ്മുടെ ചരിത്രത്തെ തിരിഞ്ഞു നോക്കുകയും അതിൽ നിന്ന് കുറെ കൂടി ഗൗരവപൂർവ്വം പാഠങ്ങൾ പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മാർക്സിസവും സോഷ്യലിസവും ഭാവിയുടെ വെളിച്ചമാകൂ എന്നത് മറന്നു പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കിരാതമായി രക്തസാക്ഷിയാക്കിയ അതിനിരയായ ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ രമ, അതുപോലെ അദ്ദേഹത്തിന്റെ പുത്രൻ അഭിഷേക്, എന്നോടൊപ്പം ജനകീയ സമരങ്ങളിൽ നിർഭയമായി ഇടപെടുന്ന സഹപ്രവർത്തകരെ, മനുഷ്യസ്നേഹികളെ, അല്പം ഈ അവസരത്തിൽ ചില വർത്തമാനം പറയുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ ഒരു പുനർവായനയും പുനർവിചിന്തനവും ആവശ്യമാണെന്ന് നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ പഠിക്കുന്നു. നമസ്കാരം. നേരം വൈകിയിരിക്കുന്നു. ഒരു വിശകലന പ്രസംഗത്തിന്റെ സമയമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഫിനാലോ സമരവും ടി.പി. ചന്ദ്രശേഖരനുമായുള്ള ഒരു ബന്ധത്തെ സ്മരിച്ചുകൊണ്ട് അതുമാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഫിനാലൂരിലെ നരനായാട്ടിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഭയവിഹ്വലരായ നാട്ടുകാരെ, വിശിഷ്യ സ്ത്രീകളടങ്ങുന്ന കുടുംബത്തിൽ കയറി വീട് തോറും കയറി. ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചത് ഞാൻ രാവിലെയാണ് ഞാൻ അറിയുന്നത്, 7 മണിക്ക്.
ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. പിന്നീട് രമയെ കാണാൻ വേണ്ടിയിട്ട്